ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ഇതിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്നെ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു സെഷന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഈ ഒരു എക്സാമിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് കഴിഞ്ഞ എക്സാം വരെ നമുക്ക് എന്തുണ്ടായിരുന്നില്ല, പിന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് 2016 സിലബസ്, അതേപോലെ തന്നെ ന്യൂ സിലബസ്. അപ്പൊ രണ്ട് സിലബസ് എക്സാം നമുക്ക് കഴിഞ്ഞ അറ്റംപ്റ്റ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ നോ, ഈ ഒരു അറ്റംപ്റ്റ് മുതൽ നമുക്ക് ഇനി വെറും 2022 സിലബസ് മാത്രമാണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓൾഡ് സിലബസ് പഠിച്ച ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ സാറേ, എന്താണ് ഒരു പുതിയ സിലബസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റിലുള്ള എന്തൊക്കെയാണ് മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എക്സാം ഒരേ പാറ്റേണിലാണോ, പാറ്റേണിൽ ചേഞ്ച് ഉണ്ടോ, പിന്നെ അതേപോലെ തന്നെ ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട് സ്റ്റുഡൻസ് മെസ്സേജ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോ ആ ഒരു എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരു ആൻസർ പറയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പുതിയ സിലബസിലേക്ക് വരുമ്പോൾ ഓപ്പറേഷൻ മാനേജ്മെന്റ്, എന്തൊക്കെയാണ് അതിലുള്ള ചേഞ്ചസ്, എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ 100% ഒരു സ്കോറിംഗ് പേപ്പറാണ് പേപ്പർ 9 ഓപ്പറേഷൻ മാനേജ്മെന്റ്. അതിൽ ചെറിയൊരു അനദർ പോർഷനും കൂടി നമുക്ക് വരുന്നുണ്ട്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ CMA ഈ ഒരു ഇന്റർമീഡിയറ്റ് ലെവല് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഉള്ള 8 പേപ്പറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ആക്ച്വലി നമ്മുടെ ഓപ്പറേഷൻ മാനേജ്മെന്റ്. ഓക്കെ, അപ്പോ ഈ ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ നമ്മൾ ഗുണം അല്ലെങ്കിൽ ഒരു മെച്ചം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് മറ്റു സബ്ജക്റ്റില് മാർക്ക് കുറഞ്ഞു പോയാലും അല്ലെങ്കിൽ ഒരു 50 എബോവ് മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും ആ ഒരു പേപ്പറിന്റെ മാർക്ക് കൂടി നമുക്ക് എക്സ്ട്രാ അല്ലെങ്കിൽ എവിടുന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും, ഓപ്പറേഷൻ മാനേജ്മെന്റിന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ പല ആളുകൾക്കും പഴയ സിലബസ് ചെയ്ത് പല ആളുകൾക്കും ഒരു ചെറിയൊരു പേടി ഉണ്ടാവും, പേടി ഉണ്ടായിരുന്നു, കൺസേൺ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോ പുതിയ സിലബസിലേക്ക് വരുമ്പോ പഴയ പോലെ തന്നെ ഈസി ആയിരിക്കുമോ, അതോ ഈ ഒരു എക്സാം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണോ, അങ്ങനെ പല പല കാര്യങ്ങളും പല പല ക്വസ്റ്റ്യൻസും എനിക്ക് വാട്സപ്പിലായിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ടും എനിക്ക് മെസ്സേജസ് സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് വരാറുണ്ട്. സോ അപ്പോ നമ്മള് ആദ്യം ഇതില് പഴയ സിലബസ് ഓൾറെഡി ഓപ്പറേഷൻ മാനേജ്മെന്റ് എക്സാം അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ സിലബസിൽ ഓപ്പറേഷൻ മാനേജ്മെന്റ് പഠിച്ചിട്ട് അങ്ങനത്തെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ഹായ് പറഞ്ഞ്. എത്ര ഓൾഡ് സ്റ്റുഡൻസ് ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ ഓൾഡ് സിലബസ് ചെയ്ത സ്റ്റുഡൻസ് നമുക്ക് ഇതിലുണ്ട്. സോ ഓക്കെ ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ന്യൂ സിലബസ് ഉള്ള സ്റ്റുഡൻസും ഉണ്ടാവാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ പുതിയ സിലബസിന്റെ ആ ഒരു വെയിറ്റേജ്, എങ്ങനെയൊക്കെയാണ് ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ്, ഓരോ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് നിങ്ങൾ പഠിക്കുന്നത്, ആക്ച്വലി ഒരു കറക്റ്റ് പാറ്റേൺ ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 16 സിലബസിലെ ഒരുപാട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് പേപ്പേഴ്സ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. നമ്മുടെ ഈ പുതിയ സിലബസിൽ 3 അറ്റംപ്റ്റ് ആണ് ഇപ്പോൾ ഇതുവരെ എക്സാം നടന്നത്. അപ്പൊ ഇത്രയും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്ന ഒരു രീതിക്ക് കറക്റ്റ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താണ് പറയാ, ആ ഒരു പാറ്റേണിലൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഷുവർ ആണ് നിങ്ങൾക്ക് 60 എബോവ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എനിക്കിപ്പോ ഈ ഒരു കഴിഞ്ഞ പ്രീവിയസ് റിസൾട്ട് വന്നല്ലോ, അപ്പൊ നമ്മളെ ഡിസംബർ റിസൾട്ട് വന്നല്ലോ. അപ്പൊ ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, എക്സാംഷൻ കിട്ടി, അതേപോലെ തന്നെ എക്സാം കഴിഞ്ഞപ്പോൾ മെസ്സേജ് അയച്ചിരുന്നു എക്സാം ഈസി ആണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതേപോലെ തന്നെയാണ് ഇവിടെയും. നിങ്ങൾക്ക് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറഞ്ഞ പോലെ തന്നെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പാറ്റേൺ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. അപ്പോൾ 1 മിനിറ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു
സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ഓരോ ചാപ്റ്ററിലും എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഫസ്റ്റ് ചേഞ്ച്, അതായത് ഓൾഡ് സിലബസ് ന്യൂ സിലബസ് ഉള്ള ഫസ്റ്റ് ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് സിലബസിൽ 70-30 ആയിരുന്നു. ഓൾഡ് സിലബസിൽ ആക്ച്വലി ഓപ്പറേഷൻ മാനേജ്മെന്റ് 70%, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എത്രയായിരുന്നു? 30% പക്ഷെ ഈ ഒരു ന്യൂ സിലബസിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 60-40 ആക്കിയിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ മാനേജ്മെന്റ് എത്ര പെർസെന്റേജ് ആയിരിക്കും? 60% ആയിരിക്കും. അതേപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് 40% ആയിരിക്കും. ഓക്കെ, എം പിന്നെ 40%, OPM 60%. ഫസ്റ്റ് ചേഞ്ച് അതാണ്. അതായത് നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ 10% വെയിറ്റേജ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ മാനേജ്മെന്റ് എമ്മിന്റെ 10% വെയിറ്റേജ് എന്ത് ചെയ്തിട്ടുണ്ട്? കൂട്ടിയിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടത് എമ്മിൽ ഒരു ചാപ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. 3 ചാപ്റ്റർ ഉള്ളത് 4 ചാപ്റ്റർ ആക്കിയിട്ടുണ്ട് എമ്മിൽ. അതുകൊണ്ട് തന്നെ അവിടെ 10% വെയിറ്റേജ് കൂടിയിട്ടുണ്ട്. ഓപ്പറേഷൻ മാനേജ്മെന്റിൽ നിലവിലുള്ള ഒരൊറ്റ ചാപ്റ്റേഴ്സും അവര് വെട്ടി കുറച്ചിട്ടില്ല. നിലവിലുള്ള സെയിം അതേ ചാപ്റ്റേഴ്സ് ആണ് ഓൾഡ് സിലബസിലുള്ള, അതേപോലെ തന്നെ സെയിം 7 ചാപ്റ്റേഴ്സ് തന്നെയാണ് നമുക്ക് എവിടെയുള്ളത്? പുതിയ സിലബസിൽ ഉള്ളത്. അതായത് ഫസ്റ്റ് ചാപ്റ്റർ സെയിം ആണ്. ഒരു മാറ്റമല്ല. സെക്കൻഡ് ചാപ്റ്ററും 99% സെയിം ആണ്. അവസാനം ആ ചാപ്റ്ററിന്റെ അവസാനം ഒരു 5-6 പിന്നെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ അവർ ആഡ് ചെയ്തു എന്നുള്ള ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ആ ഒരു ചാപ്റ്ററിൽ എക്സ്ട്രാ 1-2 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തു എന്നുള്ള ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ടോപ്പിക്സ് കാര്യങ്ങളെല്ലാം സെയിം ആണ്. പിന്നെ തിയറി പിന്നെ കുറച്ച് ഒന്നുകൂടി ഓർഗനൈസ്ഡ് ആക്കി, ഒന്നുകൂടി സെറ്റപ്പ് ആക്കിയിട്ട് തിയറി ഓൾഡ് സിലബസിനെക്കാട്ടിലും അതേ ടോപ്പിക്കിൽ തന്നെ തിയറീസ് എന്ത് ചെയ്തിട്ടുണ്ട്? തിയറീസിൽ 1-2 പോയിന്റ്സ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പൊ സെക്കൻഡ് ചാപ്റ്ററും ഫസ്റ്റ് ചാപ്റ്ററും പിന്നെ നിങ്ങൾ അധികം പേടിക്കണ്ട. പഴയ സിലബസ് പഠിച്ചവർ അതേ സംഭവം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ സിലബസിൽ അത് കവർ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ അതെ, ഒരു മാറ്റമല്ല. മൂന്നാമത്തെ ചാപ്റ്റർ ഒരു മാറ്റമല്ല. അതില് ഏറ്റവും അവസാനം ഒരു ചെറിയൊരു ടോപ്പിക് പിന്നെ കയറി വന്നു എന്നുള്ളത് മാത്രമാണ്. സോ അപ്പോ ദെൻ നാലാമത്തെ ചാപ്റ്റർ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ. അപ്പൊ നാലാമത്തെ ചാപ്റ്ററിൽ ചേഞ്ചസ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? അവര് ഓൾഡ് സിലബസിലുള്ള അതേ കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില ടോപ്പിക്കുകളിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് മാത്രം അവരെന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 4th ചാപ്റ്റർ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ ഓരോ ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയാം 5% എന്ത് പറയുന്നത്? 5% വെയിറ്റേജ്. 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും 5 മാർക്കിനെ അതിൽ ക്വസ്റ്റ്യൻ വരുമെന്ന് വിചാരിക്കരുത്. ഒരു 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 4 പിന്നെ ടോപ്പിക്കാണ്. ഒന്ന് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. ഒന്നെന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. 2 എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്. 3 സ്കോപ്പ് പഠിക്കാനുണ്ട്. 4 റീസെന്റ് ട്രെൻഡ്സ് പഠിക്കാനുണ്ട്. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 2 ഒബ്ജക്റ്റീവ് ആണ് പറയുന്നത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും റിസോഴ്സ് യൂട്ടിലൈസേഷനും. ആ 2 ഒബ്ജക്റ്റീവും അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷനും. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിൽ പറയുന്നത്. സ്കോപ്പിൽ 8 സ്കോപ്പാണ് പറയുന്നത്. റീസെന്റ് ട്രെൻഡ് ഒരു 12. അതായത് നിലവിൽ ഇപ്പൊ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ട്രെൻഡുകൾ, റീസെന്റ് ഗ്ലോബലൈസേഷൻ, അതേപോലെ തന്നെ ടൈം റിഡക്ഷൻ, അതേപോലത്തെ 12 പോയിന്റ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ ആക്ച്വലി ഈ ഒരു 4 കാര്യം എന്ന് പറഞ്ഞാൽ ആകെ 2 പേജ് ഉണ്ടാവുള്ളൂ പഠിക്കാൻ. അത്രയും ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഒബ്ജക്റ്റീവോ ക്യാരക്ടറിസ്റ്റിക്സോ സ്കോപ്പോ റീസെന്റ് ട്രെൻഡ്സോ, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എല്ലാ എക്സാം പേപ്പർ, അത് പഴയ സിലബസ് ആയിക്കോട്ടെ പുതിയ സിലബസ് ആയിക്കോട്ടെ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ചോദിക്കും. അത് 7 മാർക്കിനായിരിക്കും. ദെൻ ഇനി രണ്ടാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ 5% ആണ് അവർ വെയിറ്റേജ് കൊടുത്തതെങ്കിലും ഒരു 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ
അധികം 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരാൻ ചാൻസ് ഉള്ളത്. നിങ്ങൾക്കറിയാം ഈ ഒരു ചാപ്റ്ററിലാണ് നമ്മൾ ആ ഒരു ടൈം സീരീസ് അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക് വരുന്നത്. നിങ്ങൾ കഴിഞ്ഞ ഇതിന്റെ മുമ്പത്തെ എക്സാം, അതിന്റെ മുമ്പത്തെ പ്രീവിയസ് എക്സാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും മനസ്സിലാവും. ആ ഒരു ക്വസ്റ്റ്യൻ സെക്കൻഡ് ചാപ്റ്ററിന് ട്രെൻഡ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ടൈം സീരീസ് അനാലിസിസ് എന്ന് പറഞ്ഞ ആ ഒരു പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കുന്നത് ആ ഒരു ടൈം സീരീസ് റിഗ്രഷൻ അനാലിസിസ് ആണ്. ഓക്കെ, ഞാൻ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എൻഡ് ഓഫ് ദി സെഷൻ നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ളത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ തൊട്ട് പ്രീവിയസ്, അതായത് നിങ്ങളിപ്പോ ഈ നിൽക്കുന്നത് ജൂൺ അറ്റംപ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ തൊട്ട് മുമ്പത്തെ ഡിസംബർ അറ്റംപ്റ്റിന് പിന്നെ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരാം, കാണിച്ചു തരാം. അപ്പൊ അതിൽ നിന്ന് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ ഒരു 2 ചാപ്റ്ററിൽ നിന്ന് 7. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിന് നോക്കൂ, 5% ആണ് വെയിറ്റേജ് കൊടുത്തത്. സോ ഇതിൽ നിന്ന് മേ ബി ഒരു തിയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും ചാപ്റ്ററിന്റെ അത്രക്ക് അങ്ങോട്ട് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിലും ഇതിൽ നിന്ന് ഒരു തിയറി 5 മാർക്കിന്റെ അല്ലെങ്കിൽ 6 മാർക്കിന്റെ ഒരു ചെറിയ തിയറി ആകെ അവിടെ പഠിക്കാനുള്ളത്. പിന്നെ പ്രൊഡക്റ്റ് ഡിസൈന്, പ്രോസസ് ഡിസൈന്, പിന്നെ ഡിസൈൻ തിങ്കിങ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞ 4 ഒരു ചെറിയ സംഭവമാണ് അവിടെ പഠിക്കാനുള്ളത്. അതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ ഒരു തിയറി ആയിട്ട് ചോദിക്കും. സോ ഇനി അപ്പൊ ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പിന്നെ ലെങ്ത് ഉള്ള വലിയ ചാപ്റ്റർ ആണ് 4th ചാപ്റ്റർ. ഇവിടെ 20% ആണ് നിങ്ങൾക്ക് വെയിറ്റേജ് ഉള്ളത്. അപ്പൊ ഈ 4th ചാപ്റ്ററിൽ 5 പ്രോബ്ലം ഏരിയ എന്നുള്ളത് ഫസ്റ്റ് വൺ LPP ആണ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. രണ്ടാമത്തത് ജോബ് അലോക്കേഷൻ ആണ്. മൂന്നാമത്തത് ട്രാൻസ്പോർട്ടേഷൻ മോഡൽ ആണ്. ട്രാൻസ്പോർട്ടേഷൻ മോഡൽ അറിയാലല്ലേ, ട്രാൻസ്പോർട്ടേഷൻ ഓർമ്മ ഉണ്ടാവും. ദെൻ അടുത്ത സെഷൻ വരുന്നത് ക്യൂയിങ് മോഡൽ ആണ്. പിന്നെ വരുന്നത് സിമുലേഷൻ ആണ്. ഓക്കെ, അപ്പോ ഞാൻ ഒരു പുതിയ പേജിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് മൊഡ്യൂൾ വണ്ണിൽ നിന്ന് ഒരു 7 മാർക്കിന്റെ തിയറി എന്താണ്, ഷുവർ ആയിട്ടും വരും, നിർബന്ധമായിട്ടും വരും, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മൊഡ്യൂൾ 2 നിന്ന് ഒരു 7 അല്ലെങ്കിൽ 8 മാർക്കിന്റെ പ്രോബ്ലം ആണ് വരിക. അധികം പ്രോബ്ലം ആണ് വരിക. അത് ഏതായിരിക്കും, ആ ഒരു ട്രെൻഡ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 എണ്ണം വരുന്നുണ്ട്, ടൈം സീരീസ് അനാലിസിസും റിഗ്രഷൻ അനാലിസിസും. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാം. അതേപോലെ തന്നെ മൊഡ്യൂൾ 3 ഫുള്ളി തിയറിയാണ്. ഒരു 5-6 മാർക്കിന്റെ തിയറി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഷുവർ ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാം. 3യിൽ നിന്ന് മറ്റു ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 3യിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ 4 ആണ്. അപ്പൊ ഈ മൊഡ്യൂൾ 4ൽ ഞാൻ പറഞ്ഞു പ്രോബ്ലം ഏരിയ 5 പ്രോബ്ലം ഏരിയ ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ LPP ആണ്. LPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതായത് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്, പിന്നെ അതേപോലെ തന്നെ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് കൺസ്ട്രെയിൻ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ പ്രൈമറി ഫംഗ്ഷൻസ്, അതേപോലെ തന്നെ ഗ്രാഫിക്കൽ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സിലബസിൽ ഈ LPPക്ക് യാതൊരു റെലവൻസ് ഉണ്ടായിരുന്നില്ല. 2016 സിലബസിൽ ഒരിക്കൽ പോലും എക്സാമിന് LPPയുടെ ക്വസ്റ്റ്യൻ ഇന്ററിൽ വന്നിട്ടില്ല, ഫൈനലിലെ വന്നിട്ടുള്ളൂ. പക്ഷേ 2022 സിലബസ് വന്നപ്പോൾ LPPയുടെ പോർഷൻസിൽ കുറച്ചധികം കാര്യങ്ങൾ പുതിയ സിലബസിൽ വന്നിട്ടുണ്ട്. അപ്പൊ പഴയ സിലബസ് പഠിച്ച കുട്ടികൾ മേ ബി LPP സ്കിപ്പ് ചെയ്തവരുണ്ടാവാം, കാരണം ഒരിക്കലും എക്സാമിന് വരാത്തതുകൊണ്ട്. ഞാൻ തന്നെ പല ക്ലാസ്സുകളിലും എനിക്ക് പിന്നെ ഇത് ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഓൾഡ് സിലബസ് ഞാനത് പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ല, കാരണം അവർക്ക് അത് എക്സാമിന് വന്നിരുന്നില്ല. പക്ഷെ പുതിയ സിലബസ് വന്നപ്പോൾ LPPയുടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ LPPയിലെ ആ ഒരു ഫസ്റ്റ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിലും, ഇനിയിപ്പോ ഗ്രാഫിക്കൽ മെത്തേഡ് പഠിച്ചിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമല്ല, കാരണം ഗ്രാഫിക്കൽ മെത്തേഡിലേക്ക് ആ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. LPPയുടെ ആ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗമെങ്കിലും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും LPPയിൽ നിന്നൊക്കെ വരിക. ഓക്കെ, അപ്പൊ LPP വരുന്നുണ്ട്. രണ്ടാമത്തത് ജോബ് അലോക്കേഷൻ ആണ്. അപ്പോ ജോബ് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ മെഷീൻസിലേക്കും ഓരോ വർക്കേഴ്സിനും നമുക്ക് എന്ത് ചെയ്യണം,
അലോട്ട് ചെയ്ത് കൊടുക്കണം. മാക്സിമൈസിങ് പിന്നെ പ്രോഫിറ്റ് ആവാം, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആവാം. ഓക്കെ, അപ്പോ ജോബ് അലോക്കേഷന്റെ ഒരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഉള്ളത് ട്രാൻസ്പോർട്ടേഷൻ മോഡലാണ്. ട്രാൻസ്പോർട്ടേഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, വോഗൽ അപ്രോക്സിമേഷൻ മെത്തേഡ്, എന്നിട്ട് അതിന്റെ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ്, മോഡിഫിക്കേഷൻ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്ത് ആൻസർ കണ്ടെത്തുന്ന ആ ഒരു പോർഷൻ. ഈ ട്രാൻസ്പോർട്ടേഷൻ മോഡലിന്റെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, അതായത് നോർത്ത് വെസ്റ്റ് കോർണർ അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ വോഗൽ അപ്രോക്സിമേഷൻ. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് വോഗൽ അപ്രോക്സിമേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ മോഡലിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ജോബ് അലോക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, പിന്നുള്ളത് സിമുലേഷൻ ആണ്. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റാൻഡം നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം. പിന്നെ ലാസ്റ്റ് വൺ ക്യൂയിങ് മോഡൽ. ഈ ക്യൂയിങ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, ഞാൻ പൊതുവെ കുട്ടികൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഞാൻ ഈ ഒരു ക്യൂയിങ് മോഡൽ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, മാത്സ് ആണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യൂയിങ് മോഡൽ സ്കിപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അത് ശുദ്ധ മണ്ടത്തരാണ്. ഒരിക്കലും നിങ്ങൾ ക്യൂയിങ് മോഡൽ സ്കിപ്പ് ചെയ്യരുത്. കാരണം ക്യൂയിങ് മോഡലിൽ നിന്ന് ഈ ഒരു 4th ചാപ്റ്ററിൽ നിന്ന് ഒരു അത്രയും, അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു അഞ്ച് ടോപ്പിക്കാണ്, 5 പ്രോബ്ലം ഏരിയയാണ് 4th ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതാണത്. അതിൽ നിന്നൊരു 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അതിലൊരു 90% ക്യൂയിങ് മോഡലിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്യൂയിങ് മോഡലിന്റെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ എഴുതാണ്ടാവുള്ളൂ. പക്ഷെ 6 മാർക്ക് 7 മാർക്കൊക്കെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന് കിട്ടും. വെറും 5 മിനിറ്റ് കൊണ്ട് മാർക്ക് സ്കോർ. അപ്പോൾ ക്യൂയിങ് മോഡൽ ആക്ച്വലി ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ ആ കറക്റ്റ് ആ ഇക്വേഷൻ, ആ ഒരു ഫോർമുല, അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി, ഇക്വേഷൻ ജസ്റ്റ് കാണാതെ പഠിക്കുന്നതിന് പകരം കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് ആക്ച്വലി ക്യൂയിങ് മോഡൽ. ഓക്കെ, അപ്പോ നമ്മളത് ആക്ച്വലി ഈ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം എന്ന് ആഗ്രഹമുണ്ട്. ജോബ് അലോക്കേഷൻ ആയാലും ഇമ്പോർട്ടന്റ് ടോപ്പിക് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കിപ്പോ ലിമിറ്റഡ് സെഷൻ ആണല്ലോ. ഇതിൽ പല കുട്ടികളും ക്ലാസ് ഓൾറെഡി കേട്ടവരുണ്ടാവാം, കറക്റ്റ് ആയിട്ട് ക്ലാസ് കിട്ടിയവരുണ്ടാവും, അല്ലെങ്കിൽ ക്ലാസ് കറക്റ്റ് ആയിട്ട് കിട്ടാത്തവരുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഏകദേശം ഒരു ഏപ്രിൽ 15th ശേഷം, അതായത് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഏപ്രിൽ 15th ശേഷം ഒരു 40 ഹവേഴ്സ്, 40 ഹവേഴ്സിന്റെ ഡീറ്റെയിൽഡ് ഒരു ക്ലാസ്, പിന്നെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ആയിരിക്കും ക്ലാസ്. നമ്മൾ എഡ്യൂബിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാക്കൽറ്റി ആയിട്ട് ഞാൻ തന്നെ ആയിരിക്കും. അപ്പോ ആ ഒരു ഏപ്രിൽ 15 ശേഷം നമുക്ക് ഒരു പിന്നെ അതായത് ഈ ഒരു പുതിയ സിലബസിലേക്ക് കൺവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ പിന്നെ ഓപ്പറേഷൻ മാനേജ്മെന്റ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അപ്പോ അല്ലെങ്കിൽ ക്ലാസ് ശരിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ, ഇനിയിപ്പോ ഓൾറെഡി ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിലും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫുൾ പ്രീവിയസ് ഇയർ എക്സാമിന് വന്ന ഒരു 3 പ്രീവിയസ് ഇയർ എക്സാം പേപ്പർ പ്ലസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സെഷൻ ആണ്. കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു 40 ഹവേഴ്സ് ലൈവ് പ്ലസ് റെക്കോർഡഡ് 40 മണിക്കൂറിന്റെ ഉദ്ദേശിക്കുന്നുണ്ട്. ഏപ്രിൽ 15 ശേഷമാണ്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ മാമുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായാലും ജസ്റ്റ് പിന്നെ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നേരല്ല. സോ അപ്പൊ ക്യൂയിങ് മോഡല് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതിൽ നിന്ന് അധികം എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ഞാൻ അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്യരുത് എന്ന് പറയാൻ കാരണം. ഓപ്പറേഷൻ മാനേജ്മെന്റിലെ തിയറി ചിലപ്പോൾ നിങ്ങൾക്ക് ദഹിച്ചോളണം എന്നില്ല. കാരണം തിയറി എന്ന് പറഞ്ഞ ഒരു ഡ്രൈ പിന്നെ ഏരിയ പോലെയൊക്കെയാണ് ചില തിയറീസ് ഒക്കെ ഉള്ളത്. പക്ഷെ ഓപ്പറേഷൻ മാനേജ്മെന്റിന് തിയറി അധികം ചോദിക്കാറില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് അധികം പ്രോബ്ലംസ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ ഓരോ ചാപ്റ്ററിന്റെയും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറഞ്ഞതിന് ശേഷം തിയറി എത്ര വരും, അതേപോലെ തന്നെ പ്രോബ്ലം എത്ര വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് 4th ചാപ്റ്ററിൽ. അപ്പൊ ഈ ഒരു അഞ്ച് ഏരിയാസ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ പ്രോബ്ലം ആയിട്ട് പറയുന്നത് സ്റ്റഡി നോട്ട് 2 ട്രെൻഡ് പ്രൊജക്ഷൻ. ഇതിൽ എന്ത് വരുന്നുണ്ട്, ടൈം സീരീസ് അനാലിസിസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ റിഗ്രഷൻ അനാലിസിസ് വരുന്നുണ്ട്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒന്നാമത്തെ ഭാഗമാണ്. പിന്നെ 4ാമത്തെ ചാപ്റ്ററിലെ ഈ ഒരു 5 ടോപ്പിക്കും നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പിന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇതില് പ്രോബ്ലം പ്ലസ് തിയറി തന്നെയാണുള്ളത്. അപ്പൊ ഇതിലുള്ള പ്രോബ്ലംസ് എഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ പിന്നെ പ്രൊഡക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടത് തിയറി ആയിട്ട് വരികയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടന്റ് TQM ആണ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ തിയറി ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. അതിന്റെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി.
ഈ ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റിംഗ് പോലെ FM പോലെ പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം FM കോസ്റ്റിംഗിലൊക്കെ എന്ത് ചെയ്യും എത്ര പഠിച്ചു പോയാലും നമുക്ക് ചെയ്യാൻ കിട്ടാത്ത ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യും. ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ എക്സാമിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലിൽ പറയാത്ത ഒരു കാര്യം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അതിനൊന്നാമത്തെ റീസൺ ഈ ഒരു പേപ്പർ നിങ്ങൾ ഫസ്റ്റ് ടൈം പഠിക്കുന്നതാണ്. ഇത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേഷൻ മാനേജ്മെന്റ് ആണ്. അപ്പൊ അതിൽ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ ചോദിക്കുള്ളൂ. ദെൻ ഈ ഒരു മൊഡ്യൂൾ 6 വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊഡ്യൂൾ 6 അറിയാം അല്ലെ, നമ്മൾ എന്ത് വരക്കും ആ ഒരു പിന്നെ പ്രൊജക്ട് മാനേജ്മെന്റ് ആണ്. പ്രൊജക്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ 6 നമുക്കറിയാം ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ABC എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നെറ്റ്വർക്ക് ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് ക്രിറ്റിക്കൽ പാത്ത് ഒക്കെ കാണുന്ന ആ ഒരു സംഭവം. അപ്പോ ഡയഗ്രാം വരക്കാനും ക്രിറ്റിക്കൽ പാത്ത് കാണാനും നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും വരും. 100% ഷുവർ ആണ് ഈ ഒരു ചാപ്റ്ററിന്, അതായത് ഈ ഒരു 6th ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ 10 മാർക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 10 മാർക്കിന് വരെയുള്ള ഒരു പ്രോബ്ലം നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കാനും അതിന്റെ ക്രിറ്റിക്കൽ പാത്ത് കാണാനൊക്കെ ആയിട്ട് വരും. ഷുവർ ആണ്, ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ചാപ്റ്റർ ആണ്. അതിൽ ആ ഡയഗ്രാം വരക്കാൻ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ 4th ചാപ്റ്റർ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണ്. 6th ചാപ്റ്റർ ആക്ച്വലി ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഓപ്പറേഷൻ മാനേജ്മെന്റ് വളരെ കുറച്ചേ നമുക്ക് പഠിക്കാനുള്ളൂ. ആകെ 7 ചാപ്റ്റർ ഉള്ളത്. 7 ചാപ്റ്ററിനും കൂടിയിട്ട് ആകെ വളരെ കുറഞ്ഞ കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ആക്ച്വലി ഈ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. അതാണ് അതിന്റെ സത്യം. എല്ലാ ചാപ്റ്റേഴ്സിനും വെയിറ്റേജ് പോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഞാനിവിടെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 10 മാർക്കിന്റെ പ്രോബ്ലം എന്ത്, ഡയഗ്രാം വരക്കാൻ, നെറ്റ്വർക്ക് ഡയഗ്രാം ആൻഡ് ക്രിറ്റിക്കൽ പാത്ത് കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും. ഓൾഡ് സിലബസ് നിങ്ങൾ എടുത്ത് നോക്കൂ, ന്യൂ സിലബസിന്റെ 3 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കൂ, എല്ലാത്തിലും എന്തുണ്ട്, നെറ്റ്വർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി അവസാനത്തെ ചാപ്റ്ററിൽ മൊഡ്യൂൾ 7, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇതേപോലെ 8 മാർക്കിന്റെ അല്ലെങ്കിൽ 10 മാർക്കിന്റെ ഒരു പ്രോബ്ലം ഷുവർ ആയിട്ടും ചോദിക്കും. 7th ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ലോജിക്കോ ഇക്വേഷൻസ് അങ്ങനെയൊന്നുമില്ല. മെയിൻ്റനൻസ് മാനേജ്മെന്റ് ആണ്. മെഷീനുകൾ നന്നാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. അപ്പോ ആക്ച്വലി ആ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ആ ചാപ്റ്ററിൽ 5 മോഡൽ ക്വസ്റ്റ്യൻ ആണുള്ളതൊക്കെ വളരെ ഒറ്റത്തവണ ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് മൈൻഡിൽ പിന്നെ കയറുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന 5 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആ 5 ടൈപ്പ് ക്വസ്റ്റ്യനിൽ നിന്ന് ഏതെങ്കിലും ഒരു ടൈപ്പ് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ ഈ ഒരു 7th ചാപ്റ്ററും ആക്ച്വലി എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാം, ഈ ഒരു പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്നതിന് മുമ്പ് ടോട്ടൽ 128 മാർക്കിനായിരിക്കും ചോദിക്കുക. അതിൽ 2 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്യാൻ പറ്റും. 14 മാർക്കിന്റെ ഓരോ ലോട്ടുകളാണ്. അതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ 128 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് എത്ര മാർക്കിൻ്റെതാണ്, 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത്. സോ അപ്പൊ ഈ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ നമുക്കറിയാം ഈ 128ന്റെ 60% OPM-ൽ നിന്നും 128ന്റെ 40% SM എന്നും ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും OPM-ന്റെ 60% ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇതില് മെജോറിറ്റി ഈ 60%ന്റെ ഒരു 75% പ്രോബ്ലം ആയിരിക്കും. ഈ 60%ന്റെ 25% നമുക്ക് എന്ത് വരുള്ളൂ, തിയറി വരുള്ളൂ. അപ്പൊ മനസ്സിലാക്കുക, ഒരു 36 to 40 റേഞ്ചിൽ കുറയാത്ത മാർക്കിന് എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ പ്രോബ്ലം കറക്റ്റ് ആയിട്ട് പിന്നെ FM പോലെയോ മാനേജ്മെന്റ് അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പോലെയുള്ള നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാത്ത ഒരു പേപ്പറാണ് ആക്ച്വലി ഓപ്പറേഷൻ മാനേജ്മെന്റ്. അപ്പൊ അതില് ഏകദേശം ഒരു 40 മാർക്കോളം, ചില പേപ്പറുകളിൽ 45 മാർക്ക് വരെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. 40 മാർക്ക് പിന്നെ അത്രത്തോളം നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ തിയറി ഏതൊക്കെയാണ്, തിയറിയുടെ കേസ് നോക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു തിയറിയാണ്. ഞാൻ അതാണ് പറഞ്ഞത്, ഒരു പാറ്റേൺ ഉണ്ട് എന്നുള്ളത് ഇതിന്.
അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ കേസിൽ ഒരു ബുക്ക്, അതായത് പുതിയ സിലബസിന്റെ ഒരു ബുക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ബുക്കിൽ ഉള്ള പിന്നെ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രോബ്ലംസ് ഉണ്ടാവും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് ഏതൊക്കെയാണ് തിയറി, അതിന്റെ വെയിറ്റേജ്, പിന്നെ 3 അല്ലെങ്കിൽ 4 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സോൾവഡ് ആൻസേഴ്സ്, ഓരോ ചാപ്റ്റേഴ്സ് നിന്നും വന്ന ചാപ്റ്റർ വൈസ് തന്നെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ള ഒരു ബുക്ക് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ പിന്നെ മേ ബി അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, പിന്നെ എന്റെ ഇൻസ്റ്റാ പേജിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് അത് ഞാൻ പിന്നെ അറിയിക്കും. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യും ചെയ്യാം. ഓക്കെ, സോ ഇനിയിപ്പോ ബുക്ക് ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലാൻ കറക്റ്റ് ആയിട്ട് ആ ഒരു എക്സാം പ്ലാൻ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ക്ലാസ് ഓക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ പിന്നെ കൂടുതൽ റിക്വയർമെന്റ്സ് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഓപ്പറേഷൻ മാനേജ്മെന്റ് മറ്റു പേപ്പറിലൊക്കെ നിങ്ങൾ ഒരു 50 മാർക്ക് ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഓക്കെ എനിക്ക് എഫ് എമ്മിൽ 50 മാർക്ക് വേണം, മാനേജ്മെന്റ് അക്കൗണ്ടിൽ 50 മാർക്ക് വേണം, അങ്ങനെ ആയിരിക്കും മേ ബി ആവറേജ് സ്റ്റുഡൻസ് ഒക്കെ പ്ലാൻ ചെയ്യുക, അല്ലെ? പാസ് ആവണം, ഒരു 50 മാർക്ക് കിട്ടണം. പക്ഷെ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ എക്സംഷൻ ആണ് പ്ലാൻ ചെയ്യേണ്ടത്. കാരണം മറ്റു പേപ്പറിൽ 50 മാർക്ക് സ്കോർ ചെയ്യുന്ന ആ ഒരു റേഞ്ചിൽ പഠിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ മാനേജ്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സംഷൻ ഉറപ്പായിട്ട് നേടാൻ പറ്റും. സോ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ സെയിം മോഡലാണ് ഇപ്പോ 2023 സിലബസ് തന്നെ 2 മോഡൽ, അതായത് ഫസ്റ്റത്തെ 2 ടേമിന് ഈ മോഡൽ ആയിരുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പൊ കഴിഞ്ഞ അറ്റംപ്റ്റ് മുതൽ ഈ ഒരു മോഡലിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് റീസെന്റ്ലി ഏറ്റവും പുതിയ ഒരു മോഡൽ. അപ്പൊ പേപ്പർ 9 ഫുൾ മാർക്ക് നമുക്കറിയാം 100-ലാണ്, 3 മണിക്കൂറാണ് ടൈം. അപ്പൊ സെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ സ്ക്രീനിൽ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ 15 ക്വസ്റ്റ്യൻസ്, അതായത് 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും എന്ത്, 2 മാർക്ക് വീതം. ഓക്കെ, അപ്പോ ഈ നമുക്ക് ഒരു പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെഷന് ലാസ്റ്റ് നിങ്ങൾ ഏത് ഡൗട്ടുകളും ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നമുക്ക് പറയാം. സോ അപ്പൊ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെഷനിൽ മടിക്കാതെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കൂ, 15 ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെ. അപ്പൊ ഇത് കമ്പൽസറി ആണ്. അപ്പൊ ഇതില് വരുന്നത് ഇതേപോലത്തെ 1 വേർഡ് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ MCQ ക്വസ്റ്റ്യൻസിൽ തന്നെ മേ ബി കണ്ടോ, ഇവിടെ എന്തുണ്ടാവും, ഒരു പ്രോബ്ലം ടൈപ്പ്, തിയറി പ്ലസ് പ്രോബ്ലം ടൈപ്പ് എന്തുണ്ടാവും, ഇതിൽ തന്നെ വരാം. അപ്പൊ ഇതില് 15%. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇതൊക്കെ ഫിഫ്ത് ചാപ്റ്ററിൽ എഫിഷ്യൻസി കാണാനുള്ള ഒരു പ്രൊഡക്ടിവിറ്റി കാണാനുള്ള ഒരു ചാപ്റ്റർ ആണ്. ആ ഒരു 5th ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദെൻ പിന്നെ ഇവിടെ കണ്ടോ, ഇത് ആക്ച്വലി പിന്നെ നമ്മുടെ LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അതേപോലെ തന്നെ അങ്ങനെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഈ ഒരു 1 വേർഡ് തന്നെ മേ ബി ചെറിയ ചെറിയ പ്രോബ്ലം ടൈപ്പുകളും വരാം. ഓക്കെ, അപ്പൊ ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് 15 ക്വസ്റ്റ്യൻസിൽ 2 മാർക്കാണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ 2 മാർക്ക്. സോ ഇനി സെക്ഷൻ ബി എന്ന് പറയുന്നത് പഴയ സിലബസിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻ, അങ്ങനെയായിരുന്നു എന്തിൽ വന്നത്, ഓൾഡ് സിലബസിൽ വന്നിട്ടുണ്ടായിരുന്നത്. പുതിയ പിന്നെ സിലബസിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ ബി എന്ന് പറയുന്നത് മിക്സിംഗ് ആണ്. ഓപ്പറേഷൻ മാനേജ്മെന്റും സ്ട്രാറ്റജിക് മാനേജ്മെന്റും മിക്സിംഗ് ആണ്. ഓക്കെ, ഒരു കാര്യം, ഓക്കെ സോറി, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. അതായത് നമ്മളെ ടോപ്പിക് ഡിസ്കഷനില് പുതിയ സിലബസിൽ, അപ്പോ പിന്നെ പുതിയ സിലബസിലേക്ക് വന്ന ചേഞ്ചസ് ഞാൻ പറയാൻ മറന്നു. മൊഡ്യൂൾ 1 അധികം ചേഞ്ചസ് ഇല്ല, ഡിറ്റോ. മൊഡ്യൂൾ 2-ലും ചേഞ്ചസ് ഇല്ല, മൊഡ്യൂൾ 3-ലും ചേഞ്ചസ് ഇല്ല. മൊഡ്യൂൾ 4-ൽ ഞാൻ പറഞ്ഞില്ലേ, LPPക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നു. LPPയിൽ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് വന്നു. അതാണ് പുതിയ സിലബസിലേക്ക് വന്നപ്പോഴുള്ള ഒന്നാമത്തെ മാറ്റം. പിന്നെ ജോബ് അലോക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, സിമുലേഷനിലും കുറച്ച് ക്വസ്റ്റ്യൻസ് അധികം വന്നു. ക്യൂയിങ് മോഡൽ സെയിം ആണ്. അപ്പൊ ഇവിടെ LPPയിലും സിമുലേഷൻസിലും LPPക്ക് ഒന്നുകൂടി ഇമ്പോർട്ടൻസ് വന്നു, സിമുലേഷനിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. മൊഡ്യൂൾ 5 ഒരു മാറ്റമല്ല, പണ്ടത്തെ പഴയ സിലബസിലുള്ള അതേപോലെ തന്നെയാണ് മൊഡ്യൂൾ 5 ഉള്ളത്. പിന്നെ അധികം മാറ്റം വന്ന, ഏറ്റവും കൂടുതൽ ചേഞ്ച് വന്ന ഒരു ചാപ്റ്റർ മൊഡ്യൂൾ 6 ആണ്. അതായത് നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
അതിൽ രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഒന്ന് നമുക്കറിയാം ക്രിറ്റിക്കൽ പാത്ത് മെത്തേഡ്, മറ്റൊന്ന് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്, പെർട്ട് എന്ന് പറയും. അപ്പൊ പഴയ സിലബസിൽ CPM ക്രിറ്റിക്കൽ പാത്ത് മെത്തേഡിനാണ് എന്ത് വന്നിട്ടുള്ളത്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. ഇവിടെ പ്രൊജക്ട് മാനേജ്മെന്റ് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യത്തെ സിലബസിനെക്കാട്ടിൽ കുറച്ചും കൂടി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് വേരിയൻസ് കാണാനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനും എന്നൊക്കെ പറഞ്ഞിട്ട് പെർട്ട് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കിൽ കുറച്ചധികം കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ OPM-ല് കുറച്ച് എക്സ്ട്രാ വന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ പഴയ സിലബസിൽ നിന്ന് നോക്കുമ്പോൾ എക്സ്ട്രാ വന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്? മൊഡ്യൂൾ 6 ആണ്. 7 അതേപോലെ ഡിറ്റോ ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സിലബസും പുതിയ സിലബസും തമ്മിൽ വലിയ മാറ്റമൊന്നും ഇല്ല എന്നർത്ഥം. മാറ്റങ്ങൾ എന്തൊക്കെ? ചില ഏരിയാസിൽ തിയറിന്റെ ഏരിയാസിൽ കുറച്ചധികം പോയിന്റ്സ് വന്നു, ചില ഏരിയാസിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വന്നു. ടോപ്പിക് ആയിട്ട് ആഡ് ചെയ്തത് സ്റ്റഡി നോട്ട് 6 മാത്രമാണ്. അതിന് പുറമെ സ്റ്റഡി നോട്ട് 6 MS പ്രൊജക്ട് എന്ന് പറഞ്ഞ ഒരു പ്രാക്ടിക്കൽ, ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു പ്രാക്ടിക്കൽ സംഭവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എക്സാമിന് വരൂല, കാരണം നമുക്ക് പ്രാക്ടിക്കൽ ഒന്നും ഇല്ലല്ലോ, നമുക്ക് ഫുള്ള് റിട്ടൺ എക്സാം ആണല്ലോ. കമ്പ്യൂട്ടർ പ്രാക്ടിക്കൽ ഒന്നും നമുക്കില്ല. അതിന്റെ ഒരു ചെറിയൊരു ചാപ്റ്റർ കൂടി അതിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ പഴയ സിലബസിലുള്ള കുട്ടികൾ ഒരിക്കലും പുതിയ സിലബസ് വന്നു എന്ന് കരുതി OPM-ൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കണം. OPM-ൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞ പോലെ തന്നെ LPPക്ക് കോൺസെൻട്രേഷൻ കൊടുക്കണം. അതേപോലെ തന്നെ സ്റ്റഡി നോട്ട് 6 വരുന്ന ആ പുതിയ കാര്യങ്ങളൊന്ന് എക്സ്ട്രാ പഠിക്കണം. പിന്നെ പുതിയ പുതിയ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ചില ഏരിയാസിൽ വന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചെയ്ത് പഠിക്കണം. പിന്നെ എക്സാം പാറ്റേണിലുള്ള ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എക്സാം പാറ്റേണിലുള്ള ആ ഒരു ചേഞ്ചസ് ആണ്. സോ അപ്പൊ നമ്മൾ സെക്ഷൻ A പറഞ്ഞത് 2 മാർക്കിന്റെ 15 ക്വസ്റ്റ്യൻ. ഇനി സെക്ഷൻ B നമുക്ക് ഇവിടെ ഒന്ന് വായിച്ചു നോക്കും. ആക്ച്വലി സെക്ഷൻ B എന്താ പറയുന്നത്? ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് 4 ക്വസ്റ്റ്യൻ ഗിവൺ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 14 മാർക്ക്. അതായത് നമുക്ക് താഴെ എത്ര ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും? ഒരു 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. ആ 4 ക്വസ്റ്റ്യൻസിൽ എത്ര ക്വസ്റ്റ്യൻസ് എഴുതണം? 3 ക്വസ്റ്റ്യൻസ് എഴുതണം. സോ ഓരോന്നിനും എത്ര മാർക്ക്? 14 മാർക്ക്. ഓക്കെ. അപ്പോ ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കുക, എന്യൂമറേറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ ഓപ്പറേഷൻ ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സാ ചോദിച്ചത്. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? ഒബ്ജക്റ്റീവ്സ് ചോദിക്കാം, റീസെന്റർ ചോദിക്കാം, സ്കോപ്പ് ചോദിക്കാം. ഈ 4 ഏതെങ്കിലും ഒന്ന്. ഓക്കെ. അപ്പോ ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇത് നോക്കൂ, പ്രോസസ് സ്ട്രാറ്റജി. ഇത് ഏത് ചാപ്റ്ററിനാണ്? തേർഡ് ചാപ്റ്റർ. ഞാൻ പറഞ്ഞില്ലേ, തേർഡ് ചാപ്റ്ററിൽ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രൊഡക്റ്റ് ഡിസൈൻ, പ്രോസസ് ഡിസൈൻ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, ഡിസൈൻ തിങ്കിങ്. ഈ 4 പ്രോസസ് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചത്. 4 ടൈപ്പ് ഓഫ് ലേ ഔട്ട് പറയുന്നുണ്ട് അവിടെ. അപ്പൊ അതിന് എത്ര മാർക്ക്? 7 മാർക്ക് അല്ലെ? അപ്പൊ അതിന് 7 മാർക്ക്. അങ്ങനെ ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യന് രണ്ടും തിയറി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ 3 എഴുതിയാൽ പോരെ? ഒന്ന് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ തിയറി പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇത് സ്കിപ്പ് ചെയ്തു. ഇനിയും 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് OPM-ന്ന്. ഓക്കെ. അപ്പൊ OPM-ന്ന് മൊത്തം 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 4 × 14 ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പൊ 4 ക്വസ്റ്റ്യൻസിൽ നമുക്ക് 3 എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ ഈ തിയറി അറിയില്ലെങ്കിൽ, പക്ഷെ തിയറി അറിയില്ല എന്ന് പറയാൻ പറ്റൂല, സിമ്പിൾ തിയറിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ചാപ്റ്ററിൽ ആകെ 2 പേജ്, 4 കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ ആ ഒരു 2 പേജ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 7 മാർക്ക് ഉറപ്പായില്ലേ? അപ്പോ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത, കുറച്ച് കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഉള്ള ഒരു പ്രത്യേകത. നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ OPM-ലെ തിയറി, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ വലിയ ക്വസ്റ്റ്യൻസ്, എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 4 ആണ് ഉണ്ടാവുക. അതിൽ നിങ്ങൾ 3 ആണ് എഴുതേണ്ടത്. അപ്പൊ ഫസ്റ്റത്തെ എന്തായാലും എന്തായിരിക്കും? തിയറി ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി പ്രൊജക്ട് മാനേജ്മെന്റ്? പ്രൊജക്ട് ക്വാളിറ്റി മാനേജ്മെന്റ് കൺസിസ്റ്റ് 4 പ്രോസസ്. അതായത് നമ്മളെ ഒരു 6 ചാപ്റ്ററിൽ പറയുന്ന ഒരു തിയറിയാണ്. സോ ഇത് 7 മാർക്കിനുള്ള ഒരു തിയറി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി 7 7 14 7 21 മാർക്കിന് ഇപ്പോ എന്തായി? തിയറി ആയി. സോ ഇത് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല കേട്ടോ. ഇത് നിങ്ങൾ ഏറ്റവും റീസെന്റ് മോഡൽ പേപ്പറാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് കഴിഞ്ഞതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അപ്പൊ ഇത് സെക്കൻഡ് ചാപ്റ്ററിലുള്ള, നിങ്ങൾക്കറിയാം എന്താണ്? ടൈം സീരീസ് അനാലിസിസ് ആണ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിലുള്ള ടൈം സീരീസ് അനാലിസിസ് ആണ്. സോ ഞാൻ പറഞ്ഞല്ലോ
7 മാർക്കിന് 8 മാർക്കിന് സെക്കൻഡ് ചാപ്റ്ററിന് ഒരു പ്രോബ്ലം വരും. ആ ഒരു പ്രോബ്ലം ആണിത്. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 6 ഇയേഴ്സ് തന്നിട്ടുണ്ട്, 6 ഇയേഴ്സത്തെ സെയിലും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത 5 വർഷത്തെ സെയിൽ എത്രയായിരിക്കും? നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? പിന്നെ സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എൻ എ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് ടേബിൾ ഒക്കെ വരച്ചിട്ട് എന്ത് ചെയ്യാം, ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയാം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ വരുന്നത് ഓക്കെ. അപ്പൊ ആ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്ത് വന്നു, പ്രോബ്ലം വന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. ഇത് ജോബ് അലോക്കേഷൻ ആണ്. ജോബ് അലോക്കേഷന്റെ ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. വളരെ സിമ്പിൾ അല്ലേ ജോബ് അലോക്കേഷൻ? ഇത് സിമുലേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമുലേഷനും വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഫോർത്ത് ചാപ്റ്ററിന് എന്തായാലും 2 പ്രോബ്ലം വരും. ഇവിടെ ചോദിച്ചത് ഏതാണ്? ഒന്ന് ജോബ് അലോക്കേഷനും ഒന്ന് സിമുലേഷൻ ആണ്. അപ്പൊ ഈ പ്രോബ്ലം നമുക്ക് എന്തായാലും അറിയാം. സോ സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ അപ്പോ അടുത്തത് ഇനി ലാസ്റ്റ് OPM എന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7th ചാപ്റ്ററത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ബ്രേക്ക് ഡൗണുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതേ ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻസ്. ഇവർക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചില വേർഡിങ്സുകളും സംഖ്യകളും മാത്രം മാറ്റം വരുത്തിയിട്ട് അവർ ചോദിക്കും. അങ്ങനെ വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. 7 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതാ നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം 1, 2 എന്നൊക്കെ പറഞ്ഞ ആക്ടിവിറ്റി, ആരോ ഇതൊക്കെ വരച്ചിട്ട് നമ്മൾ ക്രിറ്റിക്കൽ പാത്ത് ഒക്കെ കാണുന്ന ആ ഒരു ക്വസ്റ്റ്യൻ, അത് 7 മാർക്കിന് വന്നിട്ടുണ്ട്. സോ ഇത്രയാണ് OPM എന്ന് വരുന്നത്. ഇനി അടുത്തത് ഇതാ സെക്ഷൻ സി എന്ന് പറഞ്ഞിട്ട് SM എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. SM എന്ന് 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2 എണ്ണം എഴുതിയാൽ മതി. SM എന്ന് ഒന്നും സ്കിപ്പ് ചെയ്യാം, OPM എന്ന് ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്യാൻ പറ്റും. സോ OPM എന്ന് നിങ്ങൾ ഇനി തിയറി പഠിച്ചിട്ടില്ലെങ്കിൽ തിയറി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പൊ ഇവിടെ പ്രോബ്ലം എത്ര മാർക്കിന് വന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രോബ്ലം എത്ര മാർക്കിന് വന്നു? ഇവിടെ 14 മാർക്കിന്റെ ഒരു പ്രോബ്ലം വന്നു. 5ാമത്തെ ക്വസ്റ്റ്യനിൽ 14 മാർക്കിന് ഒരു പ്രോബ്ലം, 4ാമത്തെ ക്വസ്റ്റ്യനിൽ 14 മാർക്കിന്, പിന്നെ ഒരു 7 മാർക്കിന്. 14, 14 പിന്നെ 28, 28ഉം 7ഉം 35 മാർക്കിന് പ്രോബ്ലം വന്നു. ഞാൻ പറഞ്ഞില്ലേ 35 to 40 ആ ഒരു റേഞ്ചിൽ, 36 to 40 ആ ഒരു റേഞ്ചിൽ എന്ത് വരും, നിർബന്ധമായിട്ടും പ്രോബ്ലം വരും. അപ്പൊ നിങ്ങൾ പ്രോബ്ലം പഠിക്കുന്നതോടൊപ്പം തന്നെ തിയറി സ്കിപ്പ് ചെയ്യരുത്. OPM-ന്റെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചേ പഠിക്കാനുണ്ടാവുള്ളൂ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, അത് മാത്രം പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് OPM-ന്റെ 60 മാർക്കിൽ ഒരു 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ SM-ന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു SM-ന്റെ പിന്നെ 4 ചാപ്റ്റേഴ്സിനും ഇതേപോലെ തിയറീസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ ലാസ്റ്റ് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആക്ച്വലി ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒറിജിനൽ സാധനം PDF ആക്കിയിട്ട് ഇതുവരെ അവര് അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ എനിക്കിതൊരു സ്റ്റുഡന്റ് അയച്ചു തന്നതാണ്, ഫോട്ടോ എടുത്തിട്ട് PDF ആക്കിയിട്ട് അയച്ചു തന്നതാണ്. അപ്പൊ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും. സോ ഞാൻ ഇവിടെ കണ്ടോ, ഇത് എക്സാമിന് ഇപ്പൊ കഴിഞ്ഞ ഡിസംബർ ടൈമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 into 15 15 ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്. അപ്പൊ അത് കമ്പൽസറി ആണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ വരുന്നുണ്ട് ഇവിടെ കണ്ടോ. ഇത് ബോട്ടിൽ നെക്ക് വർക്ക് സെന്റർ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞാൽ സെക്ഷൻ ബി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൻസർ എനി 5 ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 7 ക്വസ്റ്റ്യൻ. ഇവിടെ ഈ ഒരു പേപ്പറിൽ SM-ഉം OPM-ഉം മിക്സ് ചെയ്തിട്ടാണ് തന്നത്. ഞാൻ കാണിച്ചു തന്ന മോഡൽ പേപ്പറിൽ രണ്ടും രണ്ടായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ എക്സാമിന് അവരെന്ത് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്, മിക്സ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് മൊത്തം 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അതിലെ ഫസ്റ്റത്തെ 4 എന്തായിരിക്കും, ഓപ്പറേഷൻ മാനേജ്മെന്റും, പിന്നെ വരുന്ന 3 എന്തായിരിക്കും, SM ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് SA ടൈപ്പ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, തിയറി ആയിരിക്കും. ഇത് ഫസ്റ്റ് ചാപ്റ്ററത്തെ തിയറിയാണ്, നോ ഡൗട്ട്. അതായത് എന്താണ്, റീസെന്റ് ട്രെൻഡ്സ്. ഞാൻ പറഞ്ഞല്ലോ 4 ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്, റീസെന്റ് ട്രെൻഡ്, അതേപോലെ തന്നെ വേറൊന്നും കൂടി ഉണ്ട്, പിന്നെ ഒബ്ജക്റ്റീവ്സ്. സോ ഫസ്റ്റ് ചാപ്റ്ററത്തെ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. പിന്നെ ഇതാ പിന്നെ 4th ചാപ്റ്ററിൽ ഇത് ആക്ച്വലി 4th ചാപ്റ്റർ. ഓക്കെ, യു ആർ വർക്കിംഗ് പ്രൊഡക്ഷൻ മാനേജർ, യു ആർ റിക്വയർഡ് ടു ഡിറ്റർമിൻ വെദർ റിസോഴ്സ് ആർ ഓർഗനൈസ് ആവുന്ന ദ പ്രോസസ്. ഓക്കെ, ഇത് പ്രോസസ് ടൈപ്പ് ആണ്. സോറി, 4th ചാപ്റ്റർ അല്ല, 3rd ചാപ്റ്ററത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു തിയറിയും 3rd ചാപ്റ്ററിന്റെ ഒരു തിയറിയും വരും. അപ്പൊ 2 തിയറി. ഇനി 3ാമത്തെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റത്തെ തിയറി ബേസിക് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ 4th ചാപ്റ്ററിലെ ഒരു തിയറിയാണ്. അപ്പൊ ഈ തിയറി ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 3 തിയറി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗമാണ് കേട്ടോ.
അപ്പൊ OPM സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് തിയറീസ് ഉണ്ട്. അത് പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എക്സാമിന് വെരി ഷുവർ ആണ്. പിന്നെ കണ്ടോ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കണ്ട അതേ മോഡൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. ഇവിടെ മറ്റേത് ഇയറും സെയിലും ആണ് തന്നത്. ഇവിടെ എന്താ തന്നത്? ഇയർ അല്ല, പകരം ഇവിടെ എന്താ തന്നത്? റിഗ്രഷൻ അനാലിസിസ് തന്നെയാണ്. അപ്പൊ ഞാനത് പിന്നെ ഓൾറെഡി എന്റെ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാവും. 2 ഇയർ തന്നാൽ എങ്ങനെ ചെയ്യണം, എക്സ് അതായത് പിന്നെ എക്സ് എന്ന വേരിയബിൾ ഡയറക്റ്റ് തന്നാൽ എങ്ങനെ ചെയ്യണം എന്ന്. ഓക്കെ, നെറ്റ്വർക്കിൽ മിസ്റ്റേക്ക് ഇല്ലാതെ എങ്ങനെ, 1 മിനിറ്റ്, ഒരു ഡൗട്ട്. ഓക്കെ, ഞാൻ ഡൗട്ട് ഓരോന്ന് ഞാൻ വായിക്കാം കേട്ടോ. സർ, സിമുലേഷൻ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമോ? ഇല്ല ഇല്ല, ഇതുവരെ സിമുലേഷനിൽ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു ഓൺലൈൻ എക്സാമിന് ആ ഒരു പെട്രോൾ പമ്പിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, മിസ്റ്റർ പെട്രോൾ സ്റ്റാർട്ടഡ് പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞ ആ സെയിം ക്വസ്റ്റ്യൻ ഒരു ഓൺലൈൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്കൊന്നും കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഇതുവരെ സിമുലേഷനിൽ ചോദിച്ചിട്ടില്ല. പിന്നെ MCQ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിറ്റ് ഫോളോ ചെയ്താൽ മതിയോ? ഓക്കെ, അപ്പൊ MCQ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിറ്റ് ഫോളോ ചെയ്താൽ മതിയോ ചോദിച്ചാല്, അത് ഫോളോ ചെയ്താൽ ഒരു പിന്നെ 40%, 15 മാർക്കിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന് കിട്ടാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ. ഓക്കെ, ബിറ്റ് ക്വസ്റ്റ്യനും ഫോക്കസ് ചെയ്യണം കേട്ടോ, അത് ഫോക്കസ് ചെയ്യേണ്ടെന്നല്ല. അത് മാത്രം നോക്കിയിട്ട് അത് മാത്രമല്ല നോക്കേണ്ടത്, നിങ്ങൾ അതിന്റെ കൂടെ എന്ത് ചെയ്യുക, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ 3 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് പുതിയ സിലബസിന്റെ. അപ്പൊ ആ പുതിയ സിലബസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഒന്ന് നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നന്നാവും. കാരണം അതിൽ ആ ഒരു മോഡൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബിറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. പിന്നെ ട്രെൻഡ് ക്വസ്റ്റ്യൻ 16, 17, 20, 21 തന്നാൽ എക്സ് എങ്ങനെ എടുക്കാം? ഓക്കെ, ആ ഒരു കാര്യം ഞാൻ കറക്റ്റ് ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. അത് എന്നോട് കുറെ ആളുകൾ ചോദിച്ച ഒരു ഡൗട്ടാണ്. ഒരു ക്വസ്റ്റ്യനിൽ 2016, 2017, 2018, പിന്നെ സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, 2018, 2019 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നത്. സെയിൽ തന്നു 10, 15, 20, പിന്നെ 23, ഇവിടെ 2020 തന്നു. ഇങ്ങനെയാണ് കറക്റ്റ് ഓർഡറിലാണ് ഇയർ തന്നെങ്കിൽ നമുക്ക് സുഖമാണ്. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇതിൽ മിഡിലുള്ള ഒരു ഇയർ എടുത്തിട്ട് എക്സ് കാണാം. എക്സ് കാണുമ്പോൾ 2018 16 ഡീവിയേഷൻ -2, -1, 0, 1, 2 എന്ന് പറഞ്ഞിട്ട് എക്സ് സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാം. നോർമലി ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറച്ച് എക്സാമിന് ഇങ്ങനെ ഓർഡറിൽ തരാതെ 2010 തന്നു കഴിഞ്ഞാൽ പിന്നെ 2013 തരും, പിന്നെ 2015 തരും, പിന്നെ 2016 തരും. ഇങ്ങനെ തന്നാൽ എക്സ് എങ്ങനെ കാണാം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വിഷയമില്ല മക്കളെ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിലെ ഫസ്റ്റ് ഇയർ എന്ത് ചെയ്യുക, അസ്യൂംഡ് മീൻ മിഡ് പോയിന്റ് ആക്കിയിട്ട് എടുക്കുക. ഇതിലെ ഫസ്റ്റ് ഇയർ മിഡ് പോയിന്റ് ആക്കിയിട്ട് എടുക്കുക. എക്സ് എങ്ങനെ കാണാം? 2010 എക്സ് എങ്ങനെ കാണാം? 2010 മൈനസ് 2010 എത്ര വന്നു? 0 വന്നു. 13 എങ്ങനെ കാണാം? 2013 മൈനസ് 2010 എത്ര വന്നു? ഇവിടെ 3 വന്നു, ഇവിടെ 5 വരും, ഇവിടെ 6 വരും. എക്സിന്റെ വാല്യൂ അതായത് സിഗ്മ എക്സ് ആഡ് ചെയ്യുമ്പോൾ സിഗ്മ എക്സിന്റെ വാല്യൂ 0 വരൂല എന്നുള്ള ഒരു പ്രശ്നമേ ഉണ്ടാവുള്ളൂ. സിഗ്മ എക്സിന്റെ വാല്യൂ എന്ത് വരൂല? 0 വരൂല എന്നുള്ള ഒരു പ്രോബ്ലം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സിഗ്മ എക്സ് 0 ആയിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ആ ഒരു ഇക്വേഷൻ അറിയാലോ. സിഗ്മ വൈ ഈക്വൽ ടു എൻ എ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ്, സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ. അത് വെച്ചിട്ട് നമുക്ക് നോർമലി റിഗ്രഷൻ അനാലിസിസ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്താൽ മതി. എക്സ് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ കാണാം. സോ അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ അതെങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ലിമിറ്റഡ് ടൈം ആണ്. സോ ഇങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കഷൻ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ലാസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഏപ്രിൽ 15-ന് ശേഷം. അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും അതായത് ആ ഒരു OPM വരുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ എല്ലാ ടൈപ്പ് എക്സാമിന് ചോദിച്ച എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അഞ്ജലി മാമിനോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നത് ക്യൂയിങ് മോഡൽ പറയുമോ? ഓക്കെ, ക്യൂയിങ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റൂല. കാരണം ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കോൺസെപ്റ്റും പിന്നെ പ്ലസ് അതിന്റെ കോൺസെപ്റ്റ് പറഞ്ഞതിന് ശേഷം ആ ഇക്വേഷൻ പറയുമ്പോഴേ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാൻ ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ കോംപ്ലിക്കേറ്റഡ് ആവാന്നല്ലാതെ
നിങ്ങൾക്ക് അത് കാര്യമായിട്ട് മനസ്സിലാവല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള സെഷൻ നിങ്ങൾക്ക് ഇൻഷാ അള്ളാ നമുക്ക് ഈ ഒരു April 15th ശേഷം അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, നെറ്റ്വർക്കിൽ മിസ്റ്റേക്ക് ഇല്ലാതെ എങ്ങനെ വരക്കാം? നെറ്റ്വർക്ക് ആക്ച്വലി ഒരു 6 റൂൾ ഉണ്ടല്ലോ. നെറ്റ്വർക്ക് ഗൗരിപ്രഭ. അപ്പൊ നെറ്റ്വർക്കിൽ ഒരു 6 റൂൾ ഉണ്ട്. ആ ഒരു 6 റൂള് പഠിച്ചിട്ട് അതേപോലെ വരക്കുകയാണെങ്കിൽ ഒരിക്കലും തെറ്റൂല. ഓക്കെ, അപ്പൊ നെറ്റ്വർക്കിന്റെതും ഞാൻ ഇതേപോലെ തന്നെ ചെറിയ ടൈം സ്പാനിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അതാ ഒരു 6 റൂള് പറഞ്ഞിട്ട് ഞാൻ ചുരുക്കിയിട്ട് ഒന്ന് പറയാം. പിന്നെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ക്ലിയർ ആവും എന്ന് എനിക്കറിയില്ല, എന്നാലും ചുരുക്കിയിട്ട് ഒന്ന് പറയാം. നെറ്റ്വർക്കിൽ ഒരു 6 റൂളാണുള്ളത്. ഒന്ന്, പിന്നെ നമ്മള് ഹെഡ് ഇവന്റ് നമ്പർ പിന്നെ ഗ്രേറ്റർ ദാൻ ടൈൽ ഇവന്റ് നമ്പർ എന്നാണ് പറയാം. ഹെഡ് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആക്ടിവിറ്റി വരക്കുമ്പോൾ അതിന്റെ ഫിനിഷിംഗ് ഇവന്റിന്റെ നമ്പർ സ്റ്റാർട്ടിംഗ് ഇവന്റിനെക്കാട്ടിൽ വലുതായിട്ട് വരക്കണം. പിന്നെ അതേപോലെ തന്നെ അൺനെസസറി ഡമ്മി ആക്ടിവിറ്റികൾ വരക്കാൻ പാടില്ല, ആവശ്യമില്ലാത്ത ഡമ്മി വരക്കാൻ പാടില്ല. ഡമ്മി വരക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്, ആ ഒരു സിറ്റുവേഷൻസിൽ മാത്രമേ നമ്മൾ ഡമ്മി വരക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ ഡമ്മി വരക്കുന്നിടത്ത് ഒരു 4-5 സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ആ സിറ്റുവേഷൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് ആ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ക്രോസ് ചെയ്യാൻ പാടില്ല. 3 ടൈപ്പ് ഓഫ് എറർ ഉണ്ട്: ഡാഗ്ലിംഗ് എറർ, ലൂപ്പിംഗ് എറർ, പിന്നെ എക്സ്ട്രാ ഡമ്മി ആഡ് ചെയ്യുന്ന എറർ. ഇങ്ങനെ ഒരു 3 ടൈപ്പ് പിന്നെ എറേഴ്സ് ആണ് സാധാരണ എല്ലാവർക്കും വരാറുള്ളത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ കുറച്ച് ടൈം വേണം. സോ നമുക്ക് പറയാം. ഞാന് ഇതിന്റെ കോണ്ടാക്ട്, ഇതിന്റെ ഈ ഒരു ക്ലാസിന്റെ ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ ആ ഒരു ക്ലാസിന്റെ കോണ്ടാക്ട് പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി സർ ഐ ഡിഡ്ന്റ് സ്റ്റാർട്ട് സ്റ്റഡിങ് OPM yet but have the concept idea of 2016 syllabus. Is the remaining days enough to sure? 2016 സിലബസ് വളരെ വൃത്തിക്ക് പഠിച്ച് ആ കോൺസെപ്റ്റിന്റെ ഒരു ബേസ് ഉണ്ടെങ്കിൽ ഇനി മുതൽ നോക്കിയാൽ പോലും നിങ്ങൾക്ക് ഷുവർ ആയിട്ട് എക്സ്റ്റൻഷൻ അടിക്കാം. OPM-നൊക്കെ ജസ്റ്റ് 4-5 ദിവസം മതി കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 16 സിലബസിൽ നിന്ന് 22ലേക്ക് വരുമ്പോ ആ ഒരു 6ാമത്തെ ചാപ്റ്ററിലെ പുതിയ കാര്യങ്ങൾ തന്നെ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഒരു 90% സെയിം ആണ്. അപ്പൊ അന്നത്തെ ബേസിക് കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ OPM വളരെ ഈസിയാണ്, അധികം നിങ്ങൾ ബുദ്ധിമുട്ടിക്കൂല. ഇന്ന് തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും. LPP ജസ്റ്റ് ഒന്ന് പറയുമോ? LPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതായത് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വിഷമുണ്ട് പറയാൻ പറ്റാത്തതിൽ. കാരണം ചില ആളുകൾക്ക് ട്രെൻഡ് പ്രൊജക്ഷൻ ആണ് വേണ്ടി വരിക, ചില ആളുകൾക്ക് നെറ്റ്വർക്ക് ആണ്, ചില ആളുകൾക്ക് LPP ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു പിന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലാസിന്റെ ലെങ്ത് കൂടും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ LPP എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക്, അതായത് പ്ലാന് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയിക്കും. നിങ്ങൾ ഗ്രൂപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കും. മേ ബി എങ്ങനെയാണോ ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി ഓരോ കുട്ടികൾക്ക് എവിടൊക്കെയാണ് ഡൗട്ട് വരുന്നത്. വേണമെങ്കിൽ ആ ഓരോ ടോപ്പിക്കിന്റെയും സെഷന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറൊരു ദിവസങ്ങളിൽ വെക്കാം. പിന്നെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഡീറ്റെയിൽസ് വരും. ഓക്കെ, ഞാനിതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഭാഗമാണ് വേണ്ടത് എന്നുള്ളത് നോട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം. ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ക്ലാസ് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. 15th ശേഷം നമുക്ക് ആ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, MCQ2 എക്സ്പ്ലെയിൻ ചെയ്യണോ അതോ ആൻസർ മാത്രം, ഓപ്ഷൻ മാത്രം എഴുതിയാൽ മതിയോ? ഓക്കെ, അതിന് ഞാനൊരു പ്രീവിയസ് എക്സാമിന്റെ ആൻസർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 മിനിറ്റ് കേട്ടോ. ഒരു ആൻസർക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അത് ഏകദേശം എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആവും. ഓക്കെ ഓക്കെ, ആൻസർ കീ ഇങ്ങനെയുള്ളൂ. ഓക്കെ, ഈ ആൻസർ കീ കംപ്ലീറ്റ് പറയുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ച ഒരു ഡൗട്ട് എന്ന് പറയുന്നത് 2 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യണോ അതോ ആൻസർ മാത്രം എഴുതിയാൽ മതിയോ? അപ്പോ നമുക്ക് അറിയുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ജസ്റ്റ് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതിൽ 1 വേർഡിൽ എന്തൊക്കെ വരുന്നുണ്ട്? പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ജസ്റ്റ് അതിന്റെ വർക്കിങ്സ് കാണിച്ചാൽ മതി. തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ജസ്റ്റ് ചെറിയൊരു എക്സ്പ്ലനേഷൻ, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ക്വസ്റ്റ്യന് പറഞ്ഞ സംഭവം തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ, ജസ്റ്റ് അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞൊന്ന് എഴുതി കൊടുത്താൽ മതി. അല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ LPP ആണ്. ഓക്കെ, LPP ആണ്. പിന്നെ രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് 90 മാർക്ക് കിട്ടുമോ? 90 മാർക്കും കിട്ടും. എനിക്ക് ഏകദേശം പിന്നെ
ഓപ്പറേഷൻ മാനേജ്മെന്റ് എനിക്ക് 84 ആണ് അന്ന് സ്കോർ ചെയ്യാൻ പറ്റിയത്. എനിക്ക് 84 ആണ്. ഇപ്പൊ കഴിഞ്ഞ അറ്റംപ്റ്റിന്റെ മുമ്പത്തെ അറ്റംപ്റ്റിൽ എന്റെ സ്റ്റുഡൻസിന് 94 മാർക്ക് കിട്ടിയ സ്റ്റുഡന്റ് ഉണ്ട്. പിന്നെ 90 മാർക്ക് 89 മാർക്ക് കിട്ടിയ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഞാൻ എഴുതി എനിക്ക് എക്സാമിന് 84 ആണ്. എന്റെ സ്റ്റുഡൻസിന് കഴിഞ്ഞതിന്റെ മുമ്പത്തെ അറ്റംപ്റ്റിന് 94 കിട്ടിയ ഒരു സ്റ്റുഡന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ 90 ഒക്കെ കിട്ടും കേട്ടോ, അതൊന്നും വിഷയമല്ല, സിമ്പിൾ ആയിട്ട് കിട്ടും. നല്ല രീതിയിൽ പഠിച്ചാൽ മതി. ക്രാഷിംഗ് സിംപ്ലക്സ് മെത്തേഡ് എക്സാം ഇതുവരെ ചോദിച്ചിട്ടില്ല. അതായത് നെറ്റ്വർക്ക് ക്രാഷിങ്ങും അതേപോലെ തന്നെ സിംപ്ലക്സ് മെത്തേഡും രണ്ടും ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. അതിന്റെ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ നോക്കി ഒരു ക്വസ്റ്റ്യന്റെ ലോട്ട് 14 മാർക്കാണ്. 14 മാർക്കിന് സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറെ ചെയ്യാനുണ്ട്, കുറെ സ്റ്റെപ്പ്, കുറെ ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ സിംപ്ലക്സ് മെത്തേഡ് ഇപ്പൊ ആഡ് ചെയ്തതാണ് ഇന്ററിൽ ആഡ് ചെയ്തു എന്ന് പറയാൻ പറ്റൂല. അതിലൊരു ചെറിയ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമാണ്. ഫൈനലിലും ഉണ്ട് ഈ ഒരു സിംപ്ലക്സ് മെത്തേഡ്. ഈവൻ ഫൈനലിൽ വരെ സിംപ്ലക്സ് എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. ക്രാഷിംഗ് ഫൈനലിൽ ചോദിക്കാറുണ്ട്, ഇന്റർമീഡിയറ്റ് ലെവലിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ ക്രാഷിംഗ്. കാരണം ക്രാഷിംഗ് അല്ലാതെ തന്നെ ആ ചാപ്റ്ററിൽ ഇന്റർമീഡിയറ്റ് ലെവൽ ചോദിക്കാൻ വേറെ ഉണ്ട്. അപ്പൊ ക്രാഷിംഗ് ഒരിക്കലും ചോദിക്കൂല എന്ന് എനിക്ക് അത്ര കോൺഫിഡൻസോടെ പറയാൻ പറ്റും. അതേപോലെ സിംപ്ലക്സ് മെത്തേഡ് ഒരിക്കലും ചോദിക്കൂല എന്ന് എനിക്ക് അത്ര കോൺഫിഡൻസോടെ പറയാൻ പറ്റും. കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല. ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ അങ്ങനെയാണ്. LPPQ ഇമ്പോർട്ടന്റ് തിയറി ക്വസ്റ്റ്യൻസ് പറയാമോ? ഇമ്പോർട്ടന്റ് തിയറി ക്വസ്റ്റ്യൻസ് പിന്നെ ഓക്കെ, ഞാന് എൻഡ് ഓഫ് ദി സെഷൻ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് തിയറി, പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ ഒരു 4 തിയറിയാണ്. പിന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ ഏതാണ്, തേർഡ് ചാപ്റ്ററിൽ ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ അതിന്റെ ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഇമ്പോർട്ടന്റ് തിയറി പാർട്ട് ഞാൻ മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പിന്നെ ഞാൻ മാമിന് പറഞ്ഞു കൊടുക്കാം. അപ്പം അത് ഷെയർ ചെയ്തോളും, ഏതൊക്കെയാണ് തിയറി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത്. പിന്നെ LPPQing, ഓക്കെ, LPPQing എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ബേസ്ഡ് ഓൺ കോൺസെപ്റ്റ് പഠിച്ചാലേ നമുക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ആ ഒരു പിന്നെ 15th ശേഷമുള്ള ക്ലാസ്സിൽ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് 40 ഹവേഴ്സ് ക്ലാസ് ആയിരിക്കും. അപ്പൊ അതിൽ നമ്മൾ എല്ലാ ടോപ്പിക്കും, നിങ്ങൾ എല്ലാ സംശയങ്ങളും ലൈവ് പ്ലസ് റെക്കോർഡഡ് ആയിരിക്കും. നമ്മൾ ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 1 മണിക്കൂറിന്റെ സെഷൻ ആയതുകൊണ്ട് പിന്നെ അത്ര ഇന്ററാക്റ്റീവ് അല്ലല്ലോ. പക്ഷെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് 40 ഹവേഴ്സിന്റെ ഒരു സെഷൻ ആയിരിക്കും, ലൈവ് പ്ലസ് റെക്കോർഡഡ്. ഇനി ആ ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ റെക്കോർഡഡ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമുക്ക് ഈ ഒരു ജൂൺ ടേം എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് അത് ആ റെക്കോർഡഡ് ക്ലാസ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു പിന്നെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പിന്നെ അഞ്ജലി മാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിലവിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ദെൻ ഓക്കെ, നമുക്ക് ബാക്ക് ടു ആക്ഷൻ. നമുക്ക് ഈ ഒരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സംഭവം കൂടി ഒന്ന് ജസ്റ്റ് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, നിങ്ങൾ OPM-ൽ നിങ്ങൾക്ക് എക്സംഷൻ ഷുവർ ആണ്. നിങ്ങൾ ആ ഒരു റിവിഷൻ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, പറ്റുന്നവർ അറ്റൻഡ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന ഡൗട്ടുകളൊക്കെ ഡയറക്റ്റ് എന്റെ വാട്സപ്പ് നമ്പർ ആ ഒരു ക്ലാസ്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് പിന്നെ സംശയം ചോദിക്കുകയാണെങ്കിൽ എനി ടൈം അല്ലെങ്കിൽ എല്ലാ പിന്നെ സംശയങ്ങൾക്കുള്ള റിപ്ലൈ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വേറെ 1-2 മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, 40 ഹവേഴ്സ് എന്നുള്ളത് ഞാനൊരു സ്റ്റാൻഡേർഡ് ഹവർ പറഞ്ഞതാണ്. 40 ഹവേഴ്സ് എന്നുള്ളത് സ്റ്റാൻഡേർഡ് ഹവർ പറഞ്ഞതാണ്. നമ്മുടെ ക്ലാസ്സിനനുസരിച്ച് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യും. ഇനിയിപ്പോ അത് 45ലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മള് ഏപ്രിൽ ക്ലാസ് വെക്കുമ്പോൾ SM കൂടി പറയാം. ആക്ച്വലി ഞാന് SM-ന്റെ ക്ലാസ് ഞാന് പിന്നെ ഡീൽ ചെയ്യാറില്ല. പക്ഷെ നമുക്ക് എൻഡ് ഓഫ് ദി ആ ഒരു സെഷൻ SM-ന്റെ ക്ലാസ്സിനുള്ള അറേഞ്ച്മെന്റ്സ് നമുക്ക് വേണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഓപ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ അറ്റൻഡ് ചെയ്യണം എന്ന് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും, അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവുമല്ലോ. ആ ഒരു കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് വായിക്കുക. വൺ വേർഡ് നിങ്ങൾ എന്ത് ചെയ്യരുത്, വൺ വേർഡ് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിലും കൂൾ ഓഫ് ടൈമിൽ വൺ വേർഡ് എന്തായാലും കമ്പൽസറി ആണ്, അതുകൊണ്ട് അത് എഴുതണം. കൂൾ ഓഫ് ടൈമിൽ ആദ്യം വൺ വേർഡ് അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വായിക്കുക.
എന്നിട്ട് കൂൾ ഓഫ് ടൈമിൽ വായിച്ച് തന്നെ എന്നെ കൊണ്ട് ഏതൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ സ്കിപ്പ് ചെയ്യണം എന്നുള്ളത് ആദ്യം തന്നെ ഡിറ്റർമൈൻ ചെയ്യാം. എന്നിട്ട് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. അതിലൊന്നും വലിയ കൺഫ്യൂഷൻസിന്റെ കാര്യമൊന്നുമില്ല. അറിയാത്തത് ഏതാണോ അറിയുന്നത് ഏതാണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിന് എന്ത് ചെയ്യാം, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ആ ക്ലാസ് കഴിയുന്നതോടൊപ്പം തന്നെ ഒരു 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറത്തെ ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. പുറമെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാനായിട്ട് തരും ചെയ്യും. അപ്പൊ നിങ്ങൾ അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊന്നും വരൂല. ദെൻ ഒരു സംശയം, 40 ഹവേഴ്സ് 14 ഹവേഴ്സും 14 മണിക്കൂറല്ല കേട്ടോ, 40 മണിക്കൂറാണ്. 14 മണിക്കൂർ കൊണ്ട് പകുതി പോലും ആവൂല, 40 മണിക്കൂറാണ് നമ്മളെ പിന്നെ ഓൺലൈൻ സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ഈ ഒരു കാര്യം കൂടി പറയാം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് തിയറിയാണ്, മൂന്നാമത്തതിൽ ആ ഒരു ട്രെൻഡ് പൊസിഷൻ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാ, ജോബ് അലോക്കേഷൻ ആണ്. ഏതൊരാൾക്കും അല്ലെങ്കിൽ ഏതൊരു +1 പഠിക്കുന്ന അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പോലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ജോബ് അലോക്കേഷൻ. അതിന്റെ ക്വസ്റ്റ്യൻസ് അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഇത് ക്യൂയിങ് മോഡലാണ്. ക്യൂയിങ് മോഡലാണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഏരിയ ആണ്. പക്ഷെ ഞാൻ പറയുന്നു ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ക്യൂയിങ് മോഡൽ എങ്ങനെയാണ് പഠിക്കുന്നത് ആ രീതിയിൽ പഠിച്ചാൽ മതി. ഒരു ജസ്റ്റ് ഒരൊറ്റ ഒരു ടേബിളിൽ കുറച്ച് ഇക്വേഷൻസ് അത് വെച്ചിട്ട് നമുക്ക് ഫുൾ ക്യൂയിങ് മോഡലിന്റെ ഏത് ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ദെൻ പിന്നെ വരുന്നത് ഇതാണ്, 7th ചാപ്റ്ററത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് പിന്നെ വരുന്നത്. പിന്നെ അവസാനമായിട്ട് വരുന്നത് നെറ്റ്വർക്ക് അനാലിസിസിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ജസ്റ്റ് സ്ക്രീന് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് എന്തോ പിന്നെ കറണ്ടിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വൈഫൈ ആ ഒരു ഓക്കെ ചെറിയൊരു പ്രോബ്ലം. ഓക്കെ, പ്രശ്നമല്ല, നമുക്ക് എന്ത് പറയാം, ഏകദേശം. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യനിൽ എത്ര മാർക്കിനാ പ്രോബ്ലം വന്നത് എന്ന് ചോദിച്ചാൽ 7ഉം 14 14ഉം 7 21 21ഉം 7ഉം 28 28ഉം 7 35. ഓക്കെ, 35 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യനിലും എന്ത് വന്നത്, പ്രോബ്ലം വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 35 to 40, 36 to 40 ആണ് എന്തിന്റെ കണക്ക്, പ്രോബ്ലം പ്ലസ് തിയറിയുടെ കണക്ക്. ഓക്കെ, അപ്പോ നിങ്ങൾ അവസാനമായിട്ടൊരു 3 കാര്യം കൂടി നമുക്ക് പറയാം. ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പേടിക്കേണ്ടാത്ത ഒരു സബ്ജക്റ്റ് ആണ്. പിന്നെ ചില ഏരിയാസ് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ ഇതിൽ പറഞ്ഞ പോലെ തന്നെ LPP, അത് ആ കോൺസെപ്റ്റ് ബേസിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ക്യൂയിങ് മോഡൽ പല ആളുകളും ബുദ്ധിമുട്ടാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു ടോപ്പിക്കാണ്, പക്ഷെ വളരെ ഈസിയാണ്, നമുക്കത് എന്ത് ചെയ്യാം, ആ ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആക്ച്വലി ഒരു പിന്നെ നല്ലൊരു രീതിയിൽ ശരിക്കും ഈസി ആണ് എന്ന് പറഞ്ഞിട്ട് OPM നമ്മൾ മാറ്റി നിർത്തും. അതായത് ചില സ്റ്റുഡൻസ് ഉണ്ട്, അതായത് എനിക്ക് തന്നെ എന്റെ അനുഭവത്തിലുണ്ട്, OPM ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്നൊക്കെ പറഞ്ഞെടുത്ത് വളരെ കൃത്യമൊക്കെ ചെയ്യാൻ അറിയും. അപ്പൊ അവരെന്ത് ചെയ്യും, OPM ഈസി ആണല്ലോ എന്ന് പറഞ്ഞിട്ട് OPM മാറ്റി വെക്കും. എന്നിട്ട് ബാക്കിയുള്ള 3നെ എന്ത് ചെയ്യും, 3 ഉഷാറായിട്ട് പഠിക്കും. എന്നിട്ട് റിസൾട്ട് വരുമ്പോൾ എന്ത് വരും, OPM ഒരു 40 45 ഉണ്ടാവുള്ളൂ. അപ്പോ എന്ത് ചെയ്യും, അവർക്ക് അഗ്രഗേറ്റ് 190 180 അവർക്ക് അഗ്രഗേറ്റ് നഷ്ടമാവും. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പേപ്പറിൽ നിങ്ങൾ നല്ലോണം എഫേർട്ട് ഇടണം. അങ്ങനെ എഫേർട്ട് ഇടുമ്പോൾ ഈ ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റ് ഈസി ആണെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഈ ഓപ്പറേഷൻ മാനേജ്മെന്റിന് അധികം ടൈം ഒന്നും വേണ്ട. പിന്നെ നമ്മള് ഡെയിലി ഓരോ പിന്നെ എടുക്കുന്ന ക്ലാസ്സുകൾ അന്നന്ന് പഠിക്കുക, ആ ഒരു പ്രോബ്ലംസ് അന്നന്ന് തന്നെ ചെയ്യുക, ഡൗട്ടുകൾ അന്ന് തന്നെ ക്ലിയർ ചെയ്യുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സംഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എനിക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും. അതായത് നമ്മള് ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. പിന്നെ ആവശ്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാൻ, ഡൗട്ടുകൾ എല്ലാം അതിൽ ക്ലിയർ ആക്കി തരും. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഡൗട്ടുകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് എനി ടൈം നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവസാനമായിട്ട് ഇതിൽ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന ആളുകൾ ആരൊക്കെ, ജസ്റ്റ് ഒന്ന് ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവരാണോ സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്നവരാണോ, ബോത്ത് ആണെങ്കിൽ ബോത്ത്, സിംഗിൾ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തേ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബോത്ത് 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 ഓക്കെ, സിംഗിൾ 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 ഗ്രൂപ്പ് 2 ഓൺലി സിംഗിൾ. ഓക്കെ, അപ്പോ കുറെ ആളുകൾ ബോത്ത് എഴുതുന്നുണ്ട്. ബോത്ത് എഴുതുന്നവരെ 400 മാർക്ക് അഗ്രഗേറ്റ് കിട്ടാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്
അല്ല സോറി, പേപ്പറാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ട്ടോ. പിന്നെ ആ ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും ഇൻഷാ അള്ളാ നമുക്ക് ഇനി വരുന്ന ആ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയിക്കും, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അറിയിക്കും, ആഡുകൾ വരും. അപ്പോ നിങ്ങളെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒക്കെ പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ജൂൺ ടേമിലേക്കുള്ള എക്സാം എല്ലാവരും ഉഷാറായിട്ട് എഴുതാം. ബോത്ത് എഴുതുന്നവരൊക്കെ ഇന്ന് തന്നെ, മീൻസ് പ്രിപ്പയർ ചെയ്യൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്തവർ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു എക്സാം ആവട്ടെ ഇനി വരാൻ പോകുന്ന എക്സാം. എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു സെഷന് നിങ്ങൾക്ക് പിന്നെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പല ഡൗട്ടുകളും ക്ലിയർ ആക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്കൊരു ചെറിയ വിഷമുണ്ട്. പിന്നെ കുറെ LPP-യിലെയും QE മോഡലിലൊക്കെ ഡൗട്ട് ചോദിച്ചു, പക്ഷെ നമുക്ക് ഒരു ലിമിറ്റഡ് ടൈം ആയതുകൊണ്ടാണ് സോറി. പിന്നെ ഞാൻ ഈ ഒരു തിരക്കിനിടയിലും ഈ ഒരു സെഷൻ വെച്ചത്, എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു എങ്ങനെയാണ് എക്സാമിന്റെ ഈ ഒരു കുറെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാന് പിന്നെ അതുകൊണ്ടാണ് ഈ ഒരു സെഷൻ വെച്ചത്. ഓക്കെ, ഹോപ്പ് യു പിന്നെ ആൾ ഫൈൻ ആൻഡ് ഡൂയിങ് വെൽ. ഓക്കെ ഓക്കെ, അപ്പോ സി യു സൂൺ. ഓക്കെ, ബൈ.